ഹലോ. അപ്പം ഞാൻ ഈ ശർക്കരയും പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒഫീഷ്യൽ പായസം വെക്കാൻ പോവുകയാണേ. റോസിന് വേണ്ടിയിട്ട് ഞാൻ തട്ടിക്കൂട്ടിയല്ലാണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ കൈവച്ചിട്ടില്ല. ഈ ഒരു പായസം ഫ്ലോപ്പ് ആണെങ്കിൽ ഞാൻ ഇതൊരിക്കലും അപ്ലോഡ് ചെയ്യത്തില്ല. അപ്പം തുടങ്ങിയാലോ. അപ്പം ഞാൻ ഉരുളി തപ്പിയിട്ട് കിട്ടാഞ്ഞിട്ട് ഞാനൊരു ചരുവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് മുന്നേ ചൗരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വളരെ കുറച്ച് പായസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പാക്കറ്റ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിലും നെയ്യിലും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലെങ്ങാനും ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എണ്ണയും നെയ്യും അടയിലോട്ട് പിടിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. മൂന്നാം പാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തേങ്ങ പിഴിഞ്ഞ് മൂന്നാമത്തെ പാൽ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം പോലെ ആക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നമുക്കിനി രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ഒഴിക്കാനുള്ളതാണ്. പിന്നെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം. അടിക്ക് പിടിച്ച് നിങ്ങളെ പായസം ഫ്ലോപ്പ് ആവും. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാതെ. ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മായിയമ്മയാണ്. കടലപ്രഥമൻ ഒഴിച്ച് മറ്റൊരു പായസം കുടിക്കാണ്ടിരുന്ന ഞാൻ ഈ ഒരു അടപ്രഥമൻ കുടിച്ചു തുടങ്ങിയത് ആളുണ്ടാക്കി തന്നെ പിന്നെയാണേ. എന്റെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ഈ ഒരു പായസമായിരിക്കും. മാത്രമല്ല ഉമ്മച്ചിയുടെ 3 അമ്മക്കും ഈ ഒരു പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ രണ്ടാമത്തെ പാല് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ. അപ്പൊ മാക്സിമം അത് അരിച്ചൊഴിക്കാൻ ശ്രമിക്കുക. നല്ല അഴുക്കും പൊടിയും കാണും. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച സാഗോ റൈസ് അല്ലെങ്കിൽ ചൗദരി ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ചിലരൊക്കെ ഇത് വേവിച്ചിട്ടിടാറുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതീ കിടന്നിട്ടാണ് ഇനി വേവാനുള്ളതേ. ഇവളിടയ്ക്ക് വന്നിട്ട് പായസത്തിന്റെ കളറൊക്കെ മാറ്റാൻ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒരു 5-6 ഏലക്ക ചതയ്ക്കാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഏലക്ക പൊടി ഇടുക, അല്ലെങ്കിൽ ഏലക്ക ചതച്ചിടുക. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കാവണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അടയും സാഗോ റൈസും വേവാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ ഇത് അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെ പായസം റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ ഒക്കെ ആയി വരുമ്പോഴത്തേനുമാണ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളെ പായസത്തിൽ ഒന്നാം പാൽ ഒഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഒരു ഗ്ലാസ് പശുവിൻ പാൽ അല്ലെങ്കിൽ പേസ്റ്ററൈസ്ഡ് പാൽ ഒഴിച്ചു കൊടുക്കാവേ. എന്തിനാന്നറിയില്ല, ഇത് ഒഴിക്കാറുണ്ട്. ഇപ്പൊ പശുവിൻ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സായി അത് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. വേറൊന്നുമല്ല, കാഷ്യൂം കിസ്മിസും നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും ഒഴിച്ച് പായസം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇറക്കി വെക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവേ. അപ്പൊ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് അടിപൊളിയാണോ അല്ലേന്ന് അറിയണ്ടേ, അത് നമുക്ക് പോരാളിയോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഇതായിരിക്കും ഈ പായസത്തിന്റെ ജെന്യൂൻ റിവ്യൂ. എന്തായാലും നമുക്കൊന്ന് നോക്കിയാലോ. സൂപ്പർ, തന്നെ സൂപ്പർ. കുടിച്ചു നോക്ക്. കൊള്ളാം. ഇതുപോലെ ആരും വെക്കില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വാപ്പായെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഒരിക്കലും പറഞ്ഞ് പറയിപ്പിച്ചതല്ല. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.